ഒടുവിൽ രാജ്യസഭാ MP സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇത് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പെൻഡ്രൈവിൽ നൽകിയ ദൃശ്യങ്ങളിൽ പരാതിക്ക് ആധാരമായ സംഭവ സമയത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലത്രേ. ഇരു കക്ഷികളും സമർപ്പിച്ച രേഖകളും തെളിവുകളും പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി അനിവാര്യമാണ് എന്ന് വിലയിരുത്തിയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. വിഭവ് കുമാറിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തതും അന്വേഷണ സംഘത്തിന് കൈമാറിയ പെൻഡ്രൈവിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതും ശക്തമായ തെളിവുകളാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇത് വിഭവ് കുമാറിനെതിരായ ആദ്യ ക്രിമിനൽ കേസ് അല്ല എന്നും റിമാൻഡ് അപേക്ഷ പരിഗണിക്കവേ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഗൗരവ് ഗോയൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. റിമാൻഡ് കാലയളവിൽ ദിവസവും വൈകിട്ട് 6-നും 7-നും ഇടയിൽ അരമണിക്കൂർ വീതം അഭിഭാഷകരെ കാണാൻ വിഭവ് കുമാറിന് കോടതി അനുമതിയും നൽകി. ദിവസവും ഭാര്യയെ കാണാനും അനുമതി നൽകിയിട്ടുണ്ട്. ഈ മാസം 23-ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ BJP ആസ്ഥാനത്തേക്ക് AAPയുടെ നേതൃത്വത്തിൽ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ കേജ്രിവാളിനെ കാണാൻ വസതിയിലെത്തിയപ്പോൾ വിഭവ് കുമാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് സ്വാതിയുടെ പരാതി. മാലിവാളിന്റെ പരാതിയെ തുടർന്നും മർദ്ദനമേറ്റെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് വിഭവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാലിവാളിന് നേരെ ആക്രമണം നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. റിപ്പോർട്ട് പ്രകാരം മാലിവാളിന്റെ ഇടത് കാലിനും വലത് കവിളിലും മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവ ദിവസമായ ഈ മാസം 13-ന് മാലിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ AAP പുറത്തുവിട്ടിരുന്നു. കേജ്രിവാളിന്റെ സിവിൽ ലൈൻസ് വസതിയിൽ എത്തിയപ്പോഴാണ് സ്വാതി മാലിവാളിന് ക്രൂര മർദ്ദനമേറ്റത്. മുഖ്യമന്ത്രിയെ കാണാനെത്തിയ തന്നെ വിഭവ് കാരണമില്ലാതെ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് മാലിവാളിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ PA മർദ്ദിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി സ്വാതി മാലിവാളും രംഗത്തെത്തി. AAP പുറത്തുവിട്ട CCTV ദൃശ്യത്തിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നുമാണ് സ്വാതി മാലിവാൾ പറഞ്ഞത്. സംഭവ സമയത്ത് വിഭവ് കുമാർ തന്നെ മർദ്ദിച്ച വിവരം സെക്യൂരിറ്റി ജീവനക്കാരെ അറിയിച്ചിരുന്നു. എന്നാൽ അവർ പ്രതികരിച്ചിരുന്നില്ല. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടതെന്നും സ്വാതി മാലിവാൾ വിമർശിച്ചു. 50 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ മാത്രമാണ് പ്രചരിക്കുന്നത്. ബാക്കി മുഴുവൻ അവർ നശിപ്പിച്ചുവെന്നും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മാലിവാൾ Xൽ കുറിച്ചു. അതേസമയം കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിൽ ഭിന്നതകൾ തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അഴിമതി കേസിൽ ജയിലിലായതും സിഖ് ഭീകരരിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണവും സ്വാതി മാലിവാൾ MPയെ കേജ്രിവാളിന്റെ വീട്ടിൽ മർദ്ദിച്ച സംഭവവും AAPയിൽ ഭിന്നതകൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. അഴിമതി അടിച്ചു തുടച്ച് ചൂലും കയ്യിലെടുത്ത് ജനത്തിന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ AAP പാർട്ടി 10 വർഷം കൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം നിലംപൊത്തുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. കേജ്രിവാളിന്റെ നേതൃത്വം തെറ്റായ പാതയിലാണെന്നാണ് AAPയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കേജ്രിവാളിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാന്റെ നേതൃത്വത്തിൽ ആപ്പിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും സജീവമായെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അധികാരം കേജ്രിവാളിനെ തീർത്തും സ്വേച്ഛാധിപതിയാക്കിയതായി ആപ്പിലെ അതൃപ്തർ പറയുന്നു. പദവികൾ ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകി വരുന്ന കേജ്രിവാളിന്റെ പതിവ് ശൈലിയാണ് രാജ്യസഭാ MPയായ സ്വാതിയെ മർദ്ദിക്കുന്നതിലേക്ക് വരെ എത്തിയത്. കേജ്രിവാളിനു വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന മനു അഭിഷേക് സിംഗ്വിക്ക് വേണ്ടി സ്വാതിയോട് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ കേജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് സ്വാതി തയ്യാറാവാതെ വന്നതോടെ കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാതിയെ അധികാരധാർഷ്ട്യത്തിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. കേജ്രിവാളിന്റെ PA വിഭവ് കുമാറിൽ നിന്ന് രാജ്യസഭാ MP സ്വാതി മാലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്ന് പോലീസ് FIRൽ പറയുന്നുമുണ്ട്.